നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുതിയ മലയാള വർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൊല്ലവർഷം 1202. ഈ മലയാള പുതുവർഷത്തിൽ തുലാക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്കുണ്ടാകുന്ന സാമാന്യ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ പൂജകളിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്താൽ അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുലാക്കൂറുകാരുടെ ഫലങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നിവയാണ്. തുലാക്കൂറുകാരുടെ പൊതുഫലങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അവരുടെ ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചമായിരിക്കും ഈ വർഷം. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനാവശ്യ ചിന്തകൾ മൂലമുള്ള ടെൻഷൻ പലപ്പോഴും ബുദ്ധിമുട്ടിക്കും. വിവാഹയോഗം ഉള്ള വർഷമാണ്. ജോലി അന്വേഷിച്ച് നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുന്നവർക്ക്, ഇൻ്റർവ്യൂവും ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള നല്ലൊരു സാധ്യതയുള്ള വർഷമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഉപേക്ഷ വിചാരിക്കരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. ജോലിക്ക് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് ഇരിക്കണം. അത് സർക്കാർ ജോലി മാത്രമേ പോവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കേണ്ട. സ്വകാര്യ മേഖലയിൽ നല്ല അവസരങ്ങൾക്ക് സാധ്യതയുള്ളൊരു വർഷമാണ് തുലാക്കൂറുകാർക്ക്. ആരോപണങ്ങൾ പലതും ഉണ്ടായിരുന്നത് ഒഴിവാവുകയും നമ്മുടെ സത്യസന്ധത തെളിയിക്കപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും സമൂഹത്തിൽ അംഗീകാരവും ഉണ്ടാകും. അകന്ന് നിന്നിരുന്ന പല ആൾക്കാരും ഈ സമയത്ത് വീണ്ടും അടുത്തു വരാനും സാധ്യതയുണ്ട്. പിന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ സഹപ്രവർത്തകരിലെ വിരോധിയായിട്ടുണ്ടായിരുന്ന ആൾക്കാർ സ്ഥലം മാറിപ്പോകാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഓഫീസ് മാറിപ്പോകാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ഓഫീസിലേക്ക് സ്ഥലം മാറ്റം കിട്ടാം. എങ്ങനെയാണെങ്കിലും ഈ അസൂയാലുക്കളും ശത്രുതാ മനോഭാവമുള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ വേണ്ട. അവർ മാറിപ്പൊക്കോളും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊള്ളുക. പിന്നെ വീട്ടിലെ അന്തരീക്ഷമാണ് ഏറ്റവും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മുടെ ഒരു വ്യക്തിപരമായ ശ്രദ്ധ കൂടെ ചെലുത്തേണ്ടതുണ്ട്. അനാവശ്യമായ തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം. ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. അത് ഭാര്യയോ ഭർത്താവോ മക്കളോ ആരാണെങ്കിലും അവരോട് നല്ല രീതിയിൽ തന്നെ സ്നേഹപൂർവ്വം സംസാരിക്കുക. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം ഈ ഒരു സമയത്ത് സ്വീകരിക്കാൻ. അങ്ങനെ ആണെങ്കിൽ കുടുംബാന്തരീക്ഷം വളരെ ഗുണകരമായിരിക്കും. അപ്പം ഈ വർഷം നമുക്ക് നല്ലൊരു വർഷമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. സംഘടനാ തലത്തിൽ ഒന്ന് രണ്ട് പേരൊക്കെ നമ്മളോട് എതിർപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും നമ്മളുടെ നേതൃത്വം ഭൂരിഭാഗവും അംഗീകരിക്കുന്നത് സന്തോഷകരമായിരിക്കും. നേരത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പദവികളോ അംഗീകാരങ്ങളോ ഒക്കെ തിരികെ കിട്ടാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർക്കൊക്കെ സമൂഹത്തിൽ അംഗീകാരം കിട്ടും. അവരെ നേരത്തെ മാറ്റി നിർത്തിയിരുന്ന ഓഫീസുകളിൽ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തിയിരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് തിരികെ പിടിച്ച് ആ സ്ഥാനത്തേക്ക് തിരികെ വരാനായിട്ട് ഈ വർഷം സാധിക്കും. തുലാക്കൂറുകാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ യോഗ്യതയുള്ള ഒരു വർഷമാണ് ഈ കൊല്ലവർഷം 1202. പിന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചും നമ്മുടെ കാര്യക്ഷമത ഉപയോഗിച്ചും ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം നേടിയെടുക്കാൻ സാധിക്കും. വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ മനസ്സുകൊണ്ട് തന്നെ തയ്യാറെടുത്തുകൊള്ളുക. ഏതായാലും ഈ വർഷം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര സാധിക്കുന്നതാണ്. ഇനി വിദേശയാത്രയ്ക്ക് പോകാൻ പറ്റാത്തവർക്ക് പോലും, സാമ്പത്തികമായ പ്രയാസമുള്ളവർക്ക് പോലും മറ്റ് നാടുകളിൽ പോയി സന്ദർശനം നടത്താൻ, ടൂറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ മറ്റൊരു സംസ്ഥാനങ്ങളിലുമൊക്കെ പോയി പുണ്യസ്ഥലങ്ങളോ വിനോദയാത്രാ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ അതിനും നമ്മൾ മാനസികമായിട്ടൊരു പ്രിപ്പറേഷൻ എടുക്കുക. പണമൊക്കെ ആ സമയത്ത് വന്നു ചേർന്നുകൊള്ളും. പിന്നെ നമ്മുടെ ബിസിനസ് വിപുലീകരിക്കാനായിട്ട് പല സാഹചര്യവും വരും. സഹായിക്കാനായിട്ട് ചില ആളുകൾ മുന്നോട്ട് വരുന്നതാണ്. അതായത് ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന പല നല്ല ആളുകളും നമ്മളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരും. അതുകൊണ്ട് ഈ വർഷം പൊതുവെ തുലാക്കൂറുകാരുടെ പൊതു അനുഭവങ്ങൾ നോക്കുമ്പോൾ ഗുണകരമായിട്ടാണ് കാണുന്നത്. ചിത്തിര തുലാക്കൂറുകാർക്ക് വളരെ ഗുണമുള്ള ഒരു സമയമാണ്. തുലാക്കൂറുകാർക്ക് തുലാം, വൃശ്ചികം, ധനു, മകരം, കർക്കടകം തുടങ്ങിയ മാസങ്ങളിലൊക്കെ ഗുണാനുഭവങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഔദ്യോഗിക പദവികളിൽ ശോഭിക്കാൻ സാധിക്കും.
പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെറുകിട സംരംഭങ്ങൾ നടത്തുന്നവർക്ക് വളരെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അന്യനാട്ടിൽ പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള അവസരങ്ങൾ വരുന്നതാണ്. പ്രണയ വിവാഹം നടക്കാനും തുലാക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്രക്കാർക്ക് യോഗ്യത ഉണ്ട്. അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് വിവാഹം നടക്കാം. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് പണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു വീട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഈ വർഷം അവർക്ക് സാധിക്കുന്നതാണ്. ഇനി ചോദ്യ നക്ഷത്രക്കാരുടെ പൊതുഫലം നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പലവിധ സാമ്പത്തിക സ്രോതസ്സുകൾ തെളിഞ്ഞു കിട്ടുന്നത് കൊണ്ട് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ നല്ല വരുമാനം ലഭിക്കുന്നതാണ്. ജോലിയിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ അനുകൂലമായ ജോലി മാറ്റത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. ചികിത്സയിലൂടെ രോഗികൾക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടോ ഒക്കെ യാത്രകൾ ചെയ്യാൻ അവസരം വരും. അത് മനസ്സിന് വലിയ സന്തോഷം നൽകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷയിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ദേഹത്തിന് ചെറിയ തോതിൽ ആലസ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന ആളുകളുടെ അനുഭവം നോക്കുമ്പോഴത്തേക്കും അവരുടെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം ഉച്ചരാശിയായ കർക്കടകത്തിലാണ്. അതുകൊണ്ട് തന്നെ വിശാഖ നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. പൊതുവേ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആത്മശക്തി വർദ്ധിക്കുന്നതാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. സമൂഹത്തിൻ്റെ അംഗീകാരം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ഈ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവർ ശ്രദ്ധിക്കണം. ഇൻ്റർവ്യൂവിന് പോകുന്നവരും ടെസ്റ്റിന് പോകുന്നവരും നന്നായിട്ട് പരിശ്രമിച്ച് തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം. ജോലി കിട്ടാൻ നല്ല സാധ്യത ഉണ്ട്. വ്യാപാര രംഗത്ത് ഉണർവുണ്ടാകും. അതുപോലെ തന്നെ വ്യാപാരത്തിൽ നിന്നും നമ്മുടെ ആവശ്യത്തിനും കുറച്ച് സേവിങ്സിനുമുള്ള പണം സമ്പാദിക്കാനും ഈ വർഷം സാധിക്കുന്നതാണ്. നല്ല വ്യാപാര പങ്കാളികളെ ലഭിക്കുന്നതിലൂടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആ ബിസിനസ് വ്യാപിപ്പിക്കാനും ഈ വർഷം സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരുടെ ഈ പുതിയ മലയാള വർഷത്തെ സാമാന്യ ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിലെ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് വീഡിയോയുടെ താഴെയുള്ള ജോയിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.